ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നിങ്ങളിൽ പല വ്യക്തികൾക്കും പല ആളുകൾക്കും എന്താണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, എത്ര വരങ്ങളുണ്ട് എന്ന് അറിയാത്ത മക്കൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എല്ലാ വരങ്ങളും കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ 100% ഈ സന്ദേശം കേൾക്കുന്ന മക്കളിലുണ്ട് എന്ന് പൂർണ്ണമായിട്ടും ബ്രദറിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപാട് ധ്യാനത്തിലൂടെ ഒരുപാട് ശുശ്രൂഷയിലൂടെ മനസ്സിലാക്കിയ വലിയൊരു ആത്മീയ രഹസ്യമാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. എത്ര തരം വരങ്ങളുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് മക്കൾക്ക് അറിയാം. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഏതൊക്കെ, എത്ര, എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ ഒരു പെന്നും നോട്ട്ബുക്കും ഉണ്ടെങ്കിൽ എഴുതി നിങ്ങളത് കുറിച്ചിടുമ്പോഴും നിങ്ങൾ അതുപോലെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും മറ്റുള്ളവർക്ക് ആത്മീയ അറിവുകൾ പകർന്നു കൊടുക്കുന്നതും അത് വലിയൊരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ 6. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന 6 വരങ്ങളുണ്ട്. 6 വരങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ മറ്റൊന്നും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. വിശ്വാസമാണ് ഒന്നാമത്തെ വരം. രണ്ടാമത്തെ വരമാണ് രോഗശാന്തി വരം. മൂന്നാമത്തെ വരമാണ് പ്രവചന വരം. നാലാമത്തെ വരമാണ് ഭാഷാവരം. അഞ്ചാമത്തെ വരമാണ് വ്യാഖ്യാന വരം. ആറാമത്തെ വരമാണ് അറിവ്. അങ്ങനെ 6 വരങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നത്. ആ 6 വരങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടും പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം, രോഗശാന്തി, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാന വരം, അറിവിന്റെ വരം. അതിൽ അറിവിന്റെ വരം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിവില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ ഭാഷാവരം, വ്യാഖ്യാനവരം, രോഗശാന്തിവരം, പ്രവചനവരം, അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ വരങ്ങളെല്ലാം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റു ഗ്രൂപ്പിലേക്കോ മറ്റു മേഖലകളിലേക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ മക്കളായി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വരദാനങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം ലഭിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എന്നും എപ്പോഴും മഹത്വപ്പെടട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മാവിന്റെ 6 വരങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ആത്മീയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും തമ്പുരാൻ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമം മഹത്വപ്പെടട്ടെ, യേശുനാമം മഹത്വപ്പെടട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് നന്ദി, നന്ദി, നന്ദി.